എടാ മേത്രി എത്തിക്കടാ, ഇതെത്തോട്ടെ ഞാൻ പറയും നിന്നോട്. നീ തിരക്കാക്കല, എനിക്കെന്നാ ഇങ്ങനെ തിരക്ക് കത്തിക്കുന്ന കാണുന്നില്ലേ? എന്ത് തിരക്കാന്നപ്പോൾ എനിക്ക്? എന്ത് തിരക്കടാ, ഇത് നോക്കിയാട്ടെ എൻ്റെ ബില്ല് കണ്ണോട്ട് കാണുന്നില്ലേ? നായ്ക്കളെ പ്രകടനാന്നിട. ഏടെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ നായ്ക്കളിയേ ഉള്ളൂ. ഇനിയെല്ലാം എന്തെന്നാ വേണ്ടേ? നീ ചെറിയൊരു ഡോസ് കൊടുത്താട്ടെ അതിന്. ഇപ്പം ശരിയാക്കിനെ, അവിടെ തന്നെ അങ്ങനെ തന്നെ നിൽക്കും. ഇതാ സാധനം എത്തിയിട്ടുണ്ടേ. ഇതാ ഇതിൻ്റെ ഗ്ലാസ്. എടാ ഒച്ചാക്കല്ലേ, കോൽക്കളിക്കാറുണ്ട് പോന്ന്. ഈറ്റിക്കൊന്നും വേറെ പണിയില്ലല്ലോ അപ്പം, വെറുതെ ചോട്ടിന് സോരിക്ക ഉണ്ടാക്കാൻ. ഇതെന്താ മോനെ സംഭവം? ടച്ചപ്പ് സോഡിയോ? എന്താ ലോട്ടറി അടിച്ചിരുന്നേനുവാ? ആ, കനകന് ലോട്ടറി അടിച്ചു. കുറച്ച് വെച്ചാൽ മതിയേ. വയറ്റിൽ വേനായിട്ട് കാണിക്കാൻ ഓനും ഓളും കൂടിയിട്ട് പോയിനേനു. ഇത് കുടിക്കും, ബാക്കി ഞാൻ പറഞ്ഞുതരാം. കവിതരാഗം പോലെ ഉണ്ടല്ലേ. പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂട്ടാ. ഒന്ന് നിർത്തിയാട്ടെ നിന്റെ ഒലക്ക പാട്ട്. അതാ തുടങ്ങി. ഇനിയൊരു മണിക്കൂർ ഒരു ശൈര്യം ഉണ്ടാവില്ല. എന്നാ പിന്നെ ഞാൻ നിർത്താം, കോൽക്കളിപ്പാട്ട് കേൾക്കാമല്ലോ. എന്ത് പെട്ടുകൊള്ളാണ് ഇത്? എടാ കനകന് വയറ്റുവേനൊന്നല്ല കേട്ടാ, ലിവറിൻ്റെ പ്രശ്നമാണ്. ഓ അതെയാ? ലിവർ മൊത്തം പോയി നിന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇനി എല്ലാം കണ്ടറിയാം. ചിലപ്പോൾ ഇതേടിയേനു ഇതെന്താ പൊലന്ന് പോയേ? ഒരുത്തൻ്റെ ലിവർ പോയ കഥയായിരുന്നു പറയുന്നത്. നോട്ടം കണ്ട കുറച്ച് വെള്ളം കറ്റ് വെച്ചിട്ട് അടിക്കടാ. നാളെയാന്ന് തോന്നും കേട്ടോ ഈറ്റിങ്ങളെ കോൽക്കളീൻ്റെ അരങ്ങേറ്റം. ഓ അതെയാ? അതാ ഇന്ന് നിർത്തിയല്ലോ. നാളെ നമുക്കൊന്ന് പോകണം കേട്ടോ. അടുത്ത ഒരു കളിയോടുകൂടി ശ്രേയസിന്റെ കോൽക്കളി അരങ്ങേറ്റം അവസാനിക്കും. നമ്മൾ വരുമ്പോഴേക്ക് ഇതെല്ലാം കഴിഞ്ഞു പോയല്ലോ. നമുക്ക് പോവാപ്പാ. ഏതായാലും നല്ലൊരു വൈകുന്നേരമാണിന്ന്. കോൽക്കളി അരങ്ങേറ്റവും ശ്രേയസിൻ്റെ വാർഷികവും ഒക്കെ കഴിഞ്ഞ മൂഡിലാണ് നമ്മളെല്ലാം. എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. കൂട്ടത്തിൽ നിങ്ങളുടെ അനുഭവവും നമുക്ക് പങ്കുവെക്കാം. വീട്ടിൽ നിന്ന് എല്ലാവരും തമാശാക്കിയതാണ്. പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമായിരുന്നു. പരിപാടിയൊക്കെ അടിച്ച് പൊളിച്ചിന്, പക്ഷെ പെട്ടെന്ന് തീർന്നു പോയതാ സങ്കടം. നമുക്കെല്ലാം കൂടെ കോൽക്കളി പാട്ട് ഒന്നിച്ച് പാടിക്കൂടെ? കളിപ്പാനായി തുടങ്ങുന്നിപ്പോൾ കടലിൽ പന്നകമൽ പള്ളികൊള്ളും തമ്പൂരാന്റെ പാടി കളിപ്പാനായി തുടങ്ങുന്നിപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ സന്തോഷിക്കുമ്പോൾ അതേ മാത്രം എന്താ ഇങ്ങനെ മൂടൗട്ട് പോലെ? ഇവരോടൊക്കെ കൂടിയിട്ട് ഇനി നിങ്ങൾ കളിയെല്ലാം പഠിച്ചൂടെ? കാണുന്നില്ലേ ഇവർ സന്തോഷത്തിൽ നമുക്ക് വല്ലതും പങ്കെടുത്തൂടെ? ഒന്ന് ശ്രമിച്ചാലോ? അതെന്തായാലും ഞാൻ പഠിക്കും. പക്ഷേ അതിനെന്നെ ഞാൻ ഇന്ന് ഇവിടെ വന്നിനി. ഇവരെല്ലാം സന്തോഷം കാണുമ്പോൾ എനിക്ക് എങ്ങനെയാ ഇവിടെ വരാണ്ടിരിക്കാൻ കഴിയാ? മാഷ് ഇന്നലെ കനകാട്ടിനെ കാണാൻ പോയിനല്ലേ? ഇന്നലെ വൈകുന്നേരമല്ലേ മാഷ് കണ്ടത്? ഇന്നലെ രാത്രിയായിരുന്നു മാഷ കാണേണ്ടത്. നിരങ്ങിയിട്ടാ വന്നിന്. ആസ്പത്രിയിൽ നിന്ന് വന്നതിൻ്റെ പിറ്റേന്ന് തുടങ്ങിയതാ. 2 പെമ്പിള്ളേരാന്നുള്ള ഒരു വിചാരവും ഇല്ല.
കനകനെ ഇന്നലെ കണ്ടാലും ഞാൻ അതെല്ലാം സൂചിപ്പിച്ചത്. മാറുമായിരിക്കും, അവനും ഇതെല്ലാം മനസ്സിലാകുന്നുണ്ടാവില്ലേ. മാറുമായിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും മാറും. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നം കണ്ടവളാ ഞാൻ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എല്ലാ പരിപാടിക്കും, പാട്ടിനും കഥക്കും പ്രസംഗത്തിനും എല്ലാത്തിനും എന്നെയാണ് നിർത്തിയത്. എല്ലാത്തിനും 1ാം സമ്മാനം കിട്ടിയതാ. അതല്ല ഒരു കാലം. മംഗലം കഴിഞ്ഞതിന് ശേഷം അതെല്ലാം ഇല്ലാണ്ടായി. ഇനി അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. അച്ഛൻ മരിക്കുന്നതിന് തലേന്നാ ഞാൻ വീട്ടിൽ പോയെ. അച്ഛൻ എന്റെ കാല് പിടിച്ചിട്ടില്ലാതേ ഉള്ളൂ. മോളെ അനക്ക് തെറ്റ് പറ്റിപ്പോയി. ഞാൻ ഓൻ്റെ ഗവൺമെന്റ് ജോലി മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഓന് ഇത്ര കൂടിയത് അതെനിക്കറിയില്ലേ. കാണാനും തന്നെയല്ല, ജോലിയെല്ലാം ഉണ്ട്. പക്ഷേ കുറെ ചങ്ങായിമാരെയും കൂടിയിട്ട് ഇനിയെല്ലാം അങ്ങനെ അങ്ങ് പോട്ടെ മാഷെ. ഇപ്പം ജോലിയൊന്നുമില്ല, സസ്പെൻഷനില്ല. കൈക്കൂലി വാങ്ങിയിട്ട് എന്നാ കൈക്കൂലി വാങ്ങിയെന്നറിയാം? 2 കുപ്പിക്ക് വേണ്ടിയിട്ട് അതിപ്പോ ജോലിയൊന്നും ഇല്ലാണ്ടായിരുന്നു. ഞാൻ കുറച്ച് സമയത്ത് അവിടെ നിൽക്കുന്നു. നിങ്ങളെ ഈ കളിയും ചിരിയെല്ലാം കേട്ട് നിൽക്കുക. ആ സമയത്ത് എൻ്റെ ഭാര്യയോട് മാഷൊരു ചോദ്യം. അത് കേട്ടപ്പോൾ ഞാനാകെ തരിച്ചിരുന്നു പോയി. ഗോപി തരിച്ചിരുന്നു പോയി. അതെ, എനിക്ക് നിന്നെ മനസ്സിലാകാൻ പോയിട്ട് എല്ലാം എൻ്റെ കുഴപ്പം. ഞാൻ എൻ്റെ മാത്രം ലോകത്ത് കള്ളും മയക്കുമരുന്നും എല്ലാം അത് മാത്രം എന്നുള്ള ലോകത്തായിപ്പോയി. എന്നോട് ക്ഷമിക്കുക. ഡോക്ടർ എന്താ പറഞ്ഞെന്നറിയാം എന്നോട്. കനക, നീ ഇങ്ങനെ തന്നെ കുടിക്കുന്നതാണെങ്കിൽ നീ ഇങ്ങോട്ട് വരില്ല എന്നാ പറഞ്ഞ. എന്തല്ലേ, ഞാൻ നിന്നോട് പോലും ഇത് പറഞ്ഞിട്ടില്ല ഡോക്ടർ എന്താ പറഞ്ഞതെന്ന്. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മാഷേ, എൻ്റെ മക്കള് ഞാൻ എൻ്റെ ലോകത്ത് മാത്രമായിപ്പോയി. മദ്യവും മയക്കുമരുന്നും ഇതൊക്കെ അത് മാത്രം കരുതിയിട്ടാണ് ഞാൻ ജീവിച്ചു പോയത്. ഇതാണ് ജീവിതം. അതെ, നിന്നാണ് സത്യം, നമ്മളെ മക്കളാണ് സത്യം. ഞാനൊരു കുടിക്കൂല മാഷേ, ഞാനൊരു കുടിക്കൂല മാഷേ, കുടിക്കൂല. ജീവിതമൊരു മധുലഹരി. അച്ഛാ, ഞാൻ പോവാനേ. വൈകുന്നേരം വരെ ഇവിടെ തന്നെ ഉണ്ടാവില്ല. ഈ ജീവിതമൊരു ചായ വെച്ചിട്ടുണ്ടേ കനകട്ടാ. ചായ തണിന്നതിന് മുമ്പ് എടുത്ത് കുടിക്കും. നമുക്ക് ചുറ്റും മിഴികൾ തുറന്നാൽ കാണാമതുതൻ ലഹരി. ജീവിതമൊരു മധുലഹരി. ഇവിടെ പിറവിയെടുത്തത് പുണ്യം, ഇവിടെ പുലരാനായത് ഭാഗ്യം.
തെളിക്കും വഴിയെ പോയി നാം ഇനി ജീവിതമുത്സവമാക്കാം. ജീവിതമൊരു മധുലഹരി. ജീവിതമൊരു മധുലഹരി. ജീവിതമൊരു മധുലഹരി.